സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെയാണ് നിർത്തിയതല്ലേ. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല നമ്മൾ ചെയ്യാൻ പറയായിരുന്നു, ഹോംവർക്ക് ചെയ്യാൻ പറയായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല ജസ്റ്റ് ഒന്ന് നോക്കാം. 1 2 3 4 C4 3 3 2 5 5 2 7 7 3 10 H10 കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണേ. 1 2 3 4 5 6 7 C7 3 3 2 5 5 2 7 7 2 9 9 2 11 11 2 13 13 3 16 H16. അടുത്ത ഇവിടെ നോക്കാം. 1 2 3 4 C4 3 3 2 5 5 1 6 6 2 6 2 8 H8. സോ ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. ഞാൻ നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യനോടെ തരാം, നിങ്ങൾ നോക്കുക. CH3 CH2 OH ഇതെന്താണ് പുതിയ സാധനമൊക്കെ? ഓക്കെ, ഇതിനെപ്പറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ല, എന്നാലും ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതാൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ഇതിനെപ്പറ്റി വഴിയെ പഠിക്കാം. ഓക്കെ, ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതാം? ഞാൻ 2-3 കോമ്പൗണ്ട് തരാം, എന്നിട്ട് അതിൻ്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതാം നിങ്ങൾ തന്നെ നോക്കാം. COOH CH3 CHO. ഓക്കെ, ഈ കോമ്പൗണ്ടുകളുടെ മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ആലോചിക്കുക. സോ 1 2 C2 3 3 2 5 H5. ബട്ട് ഇവിടെ നോക്കിയാൽ 5 ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ അവിടെ. അല്ല, 3 5 5 1 6. ശ്രദ്ധിക്കണേ. സോ H6. ഇനി ആരുടെ ബാക്കിയുള്ളത്? ബാക്കിയുള്ളത് O ആണ്. അപ്പോൾ O എന്ന് തന്നെ എഴുതുക. O1 എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കെമിസ്ട്രിയിൽ നമ്മൾ 1 വന്ന് ഇവിടെ ശരിക്കും O1 എന്നാണ്, പക്ഷെ 1 വന്ന് നമ്മൾ കെമിസ്ട്രിയിൽ എന്ത് ചെയ്യാറില്ല, എഴുതാറില്ല. സോ C2 H6 O എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത കേസ് നോക്കാം. സോ 1 2 C2 3 ഉള്ളോ? അല്ല, 3 4 H4. പിന്നെന്താ ഉള്ളത്? 2 O ഉണ്ട്, O2. അങ്ങനെയാണ് ഇതിൻ്റെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ,